ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഒരു നെല്ലിക്ക പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നെല്ലിക്ക പുളിശ്ശേരി എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഇത് തോന്നാം, നെല്ലിക്ക കൊണ്ട് പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതുവരെ നെല്ലിക്ക വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം നിങ്ങളൊന്ന് ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാൻ 2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും എടുക്കാറുള്ള അളവ് ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നെല്ലിക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെല്ലിക്ക ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇപ്പോൾ നെല്ലിക്കയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അതൊന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ ഈ വെള്ളം, നെല്ലിക്ക വേവിച്ച വെള്ളം കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നെല്ലിക്ക ഒന്ന് ചൂടാറി വരട്ടെ. അപ്പോൾ നെല്ലിക്ക ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിത് ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. ഇപ്പോൾ നെല്ലിക്കയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നീളനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ നെല്ലിക്ക ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്, എന്നാലും ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ നെല്ലിക്ക വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നെല്ലിക്ക വെന്തിട്ടുണ്ട്, എന്നാലും നമ്മൾ ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകൊക്കെ പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നെല്ലിക്ക അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. നെല്ലിക്ക വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഒരു തേങ്ങയുടെ കൂട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 10 ചൂന്നിമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാദാ പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൂന്നിമുളക് എന്ന് പറയുന്നത് കാന്താരി മുളകാണ്. പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ മുളക് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇപ്പം ഞാൻ നാളികേരം നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്, മഷി പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നെല്ലിക്കയൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ വല്ലാണ്ട് ഉടയേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു മിനിറ്റ് ഒന്ന് ഈ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറുന്ന വരയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തേങ്ങയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് തൈര്, അതിൻ്റെ കട്ടകൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. വല്ലാണ്ട് പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പുളിശ്ശേരി നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ തൈരൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കണം. തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. അപ്പം ഞാൻ ഈ ഒരു തിക്കോട് കൂടിയിട്ടാണ് ഞാൻ പുളിശ്ശേരി എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടി ലൂസായിട്ടാണ് പുളിശ്ശേരി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയുടെ കൂട്ട് ചേർക്കണ നേരത്ത് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സമയത്ത് നമ്മൾ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് അതിലേക്ക് ഉപ്പോ തൈരോ ഒക്കെ ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം.
ഞാൻ പറഞ്ഞ പോലെ അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഇതും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പുളിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അധികമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇതിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ തൈര് ഒഴിച്ചത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ പുളിശ്ശേരി അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 10 മണി ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ ഇവിടെ നന്നായി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ഉലുവയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയായിട്ടും ഇതുപോലെ നെല്ലിക്ക കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് പറയാനും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.